ഒരിക്കൽ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നീട് അതേ ഭംഗിയോടെ ഊട്ടിയുറപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് പരസ്പര വിശ്വാസം. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് പല കഴിവുകളും ഉയർന്നു വരുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. വാശിയെ വാശികൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും കഴിയും. എന്നാൽ വാശിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ അത്രയും ക്ഷമയുള്ളവർക്കേ കഴിയൂ. സ്നേഹം അഭിനയിക്കുന്നവർക്ക് മാത്രമേ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മോട് അകലുകയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും കൂടെ തന്നെ ഉണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. യഥാർത്ഥത്തിൽ പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ദൈവം നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ് നൽകുന്നത്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വളരാൻ സാധിക്കും. നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും വലിയ സംഭവത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷ പുലർത്താം, പക്ഷേ അമിത പ്രതീക്ഷ വച്ചു പുലർത്തരുത്. കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാനാകും. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എന്നാൽ പലതുകൊണ്ടും അഭിനയിക്കുന്നവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആയിരിക്കില്ല നമ്മളെ സഹായിക്കാൻ എത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. സൗന്ദര്യത്തെക്കുറിച്ച് സ്വപ്നം കാണരുത്. അത് നിങ്ങളുടെ കടമയെ നശിപ്പിക്കും. പകരം കടമകളെക്കുറിച്ച് സ്വപ്നം കാണുക. അത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കും. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെയേ പഠിക്കാനാവൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത്. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവനെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്.